നമസ്കാരം, ഞാൻ ഇഷ ഐസാൻ. സഭാവാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. വയനാടിനു വേണ്ടി കൈകോർത്ത ഇരിഞ്ഞാലക്കുട രൂപ. വയനാട്ടിലുണ്ടായ അതിഭീകരമായ ഉരുൾപൊട്ടലിൽ നിരവധി പേരുടെ ജീവൻ നഷ്ടപ്പെടുകയും നൂറുകണക്കിന് ആളുകൾക്ക് ഉറ്റവരെയും വീടുകളും ഉപജീവൻ മാർഗങ്ങളും നഷ്ടപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്ത ഹൃദയഭേദമായ സംഭവത്തിൽ രൂപതയിലെ വിശ്വാസ സമൂഹത്തിന്റെ ദുഃഖവും വേദനിക്കുന്നവരോടുള്ള ഐക്യദാർഢ്യവും മാർക്കോളി കണ്ണൂക്കാടൻ അറിയിച്ചു. കേരളത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു മാർപ്പാപ്പ. പ്രകൃതി ദുരന്തത്തിനിരയായ കേരളത്തിലെ ജനങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ. ഇന്നലെ ഉച്ചയ്ക്ക് വത്തിക്കാൻ ചതുരത്തിൽ നടന്ന ത്രികാല പ്രാർത്ഥനയ്ക്ക് ശേഷം തീർത്ഥാടകരെ അഭിസംബോധന ചെയ്യവെയാണ് കേരളത്തിലെ പ്രകൃതി ദുരന്ത ബാധിതരെ മാർപ്പാപ്പ അനുസ്മരിച്ചത്. പേമാരി മൂലം നിരവധി ഉരുൾപൊട്ടലുകളും അങ്ങനെ ജീവനാശവും കനത്ത നഷ്ടവും അനുഭവിക്കേണ്ടി വന്ന ഇന്ത്യയില് പ്രത്യേകിച്ച് കേരളത്തിലെ ജനതയ്ക്ക് ഒപ്പം ഞാനുണ്ട്. അനേകം പേർ ഭവനരഹിതരായിട്ടുണ്ട്. ഈ ദുരന്തത്തിൽ മരിച്ചവർക്കും ദുരന്തമനുഭവിക്കുന്നവർക്ക് വേണ്ടി എന്നോടൊപ്പം പ്രാർത്ഥിക്കാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു, മാർപ്പാപ്പ പറഞ്ഞു. ചരിത്രമെഴുതി US ദിവ്യകാരുണ്യ കോൺഗ്രസ്. ലോകത്തെ ഏറ്റവും സമ്പന്നമായ രാജ്യം. ശാസ്ത്ര, സാങ്കേതിക, ഭൗതിക രംഗങ്ങളിൽ ലോകത്തെ ഏറ്റവും മുൻനിരയിലുള്ള രാജ്യം. ആധുനികതയും അതിഭൗതികതയും പരമസ്ഥായിൽ കൊടിപാറുന്ന രാജ്യം. അവിടെ ക്രൈസ്തവ വിശ്വാസം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നുവെന്നും പള്ളികൾ അടച്ചുപൂട്ടിക്കൊണ്ടിരിക്കുകയാണെന്നും വിശ്വാസികൾ പള്ളിയിൽ പോകുന്നില്ലെന്നും വ്യാപകമായി പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന പുരോഗമനവാദികൾക്കുള്ള കനത്ത മറുപടിയായി ജൂലൈ 17 മുതൽ 21 വരെ നടന്ന ദേശീയ ദിവ്യകാരുണ്യ കോൺഗ്രസ്. ദുഃഖ്രാന തിരുനാൾ ആഘോഷിച്ചു. പാറക്കടവ് ലിറ്റിൽ ഫ്ലവർ ചർച്ചിൽ ദുഃഖ്രാന തിരുനാളിനോടനുബന്ധിച്ച് ആഘോഷ പരിപാടികൾ ജൂലൈ 7 ഞായറാഴ്ച മതബോധന യൂണിറ്റ് കൊണ്ടുവന്നു. ഭാരതത്തിന്റെ അപ്പസ്തോലനായ തോമാ ശ്ലീഹായുടെ ജീവിത സാക്ഷ്യം അനുസ്മരിപ്പിക്കുന്ന ഒരു ലഘുനാടകവും മാർത്തോമ ക്രിസ്ത്യാനികളുടെ തനതു കലാരൂപമായ മാർഗംകളിയും തോമാ ശ്ലീഹായെ സ്തുതിച്ചുകൊണ്ടുള്ള കുഞ്ഞുമക്കളുടെ നൃത്തവും ഏവർക്കും ഹൃദ്യമായി. പാറക്കടവ് ഇടവകയിൽ ഗ്രാൻഡ് പാരന്റ്സ് ഡേ ആഘോഷിച്ചു. ഉണ്ണീശോയുടെ അപ്പാപ്പനും അമ്മാമ്മയുമായ അന്ന നോവാക്യം വിശുദ്ധ ദമ്പതികളുടെ തിരുനാളിനോടനുബന്ധിച്ച് പാറക്കടവ് ലിറ്റിൽ ഫ്ലവർ ഇടവക മതബോധന യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഗ്രാൻഡ് പാരന്റ്സ് ഡേ ആഘോഷിച്ചു. കൂടുതൽ വിവരങ്ങളുമായി നമ്മുടെ റിപ്പോർട്ടർ ജൂലിയറ്റ് ബിജു. ജീവിതത്തിലെ വഴികാട്ടികൾക്കായി ഒരു ദിവസം മാറ്റിവെച്ചുകൊണ്ട് പാറക്കടവ് ഇടവകയിലെ വിദ്യാർത്ഥികൾ ജൂലൈ 28 ഞായറാഴ്ച അപ്പാപ്പന്മാരോടും അമ്മാമ്മമാരോടും കൂടിയാണ് വിദ്യാർത്ഥികൾ ദിവ്യബലി അർപ്പിച്ചത്. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം അലങ്കരിച്ച പാരിഷ് ഹാളിലേക്ക് ഗ്രാൻഡ് പാരന്റ്സിനെ സ്വീകരിച്ചിരുത്തി പ്രിയപ്പെട്ടവർക്കായി വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ ആഘോഷത്തിന് മാറ്റുകൂട്ടി. തിരുനാളിന്റെ ആശംസ നേർന്നുകൊണ്ട് പങ്കെടുത്ത എല്ലാ ഗ്രാൻഡ് പാരന്റ്സിനും മധുരവും ജപമാലയും സ്നേഹസമ്മാനമായി നൽകി. വിവിധ ആരോഗ്യ പ്രശ്നങ്ങളാൽ ആഘോഷ പരിപാടികൾ പങ്കെടുക്കാൻ കഴിയാത്ത അപ്പാപ്പന്മാരെയും അമ്മാമ്മമാരെയും +2 വിദ്യാർത്ഥികൾ വികാരിയച്ഛനോടൊപ്പം വീടുകളിൽ പോയി സന്ദർശിച്ചു. LF പാറക്കടവ് ന്യൂസിനോടൊപ്പം റിപ്പോർട്ടർ ജൂലിയറ്റ് ബിജു. സോഫിയ കിസിൽ ചരിത്ര വിജയം. അമ്പലക്കാട് ഫൊറോന മതബോധന വിദ്യാർത്ഥികൾ ജൂലൈ 14 നടത്തിയ സോഫിയ കിസിൽ 2024 രണ്ടാം സ്ഥാനം നേടിക്കൊണ്ട് പാറക്കട ഇടവക ചരിത്രം തിരുത്തി. കൂടുതൽ വിവരങ്ങളുമായി നമ്മുടെ റിപ്പോർട്ടർ ജൂലിയറ്റ് ബിജു. 28 ടീമുകൾ പങ്കെടുത്ത വാശിയേറിയ സോഫിയ കിസ് മത്സരത്തിൽ 2ാം സ്ഥാനം കരസ്ഥമാക്കി പാറക്കട ഇടവകയുടെ അഭിമാന താരങ്ങളായി മാറിയ അനീന മാർട്ടിനും അലീന മേരി പോളുമാണ്. കഠിന പരിശ്രമത്തിന്റെ ഫലമായി നേടിയ ഈ വിജയത്തിനെ കുറിച്ച് വിജയികളോട് ചോദിച്ചറിയാം. എന്താണ് ഈ വിജയത്തിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര സന്തോഷമുണ്ട്. കാരണം കഴിഞ്ഞ വർഷം ഞങ്ങൾ പോയിട്ട് ഞങ്ങൾക്ക് വിജയം കണ്ടെത്താൻ സാധിച്ചില്ല. പക്ഷെ അത് ഞങ്ങൾക്കൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു. ഞങ്ങൾ പഠിച്ചു. അതിൻ്റെതായിട്ടാണ് ഞങ്ങൾക്ക് ഈ ഒരു 2ാം സ്ഥാനം കിട്ടിയത് തന്നെ. ഇതിന് കുറേ പേര് ഞങ്ങളെ സഹായിച്ചു. പ്രത്യേകിച്ച് വികാരിയച്ഛൻ, സിസ്റ്റർ, ടീച്ചർ, പ്രത്യേകിച്ച് ജിജി ടീച്ചറാണ് ഞങ്ങളെ ഒരുപാട് പഠിപ്പിച്ചത്. അതുപോലെ തന്നെ സിസ്റ്റർ തെരേസും ഞങ്ങൾക്ക് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ അയച്ചു തന്നിരുന്നു. അപ്പോൾ ഞങ്ങളെ പഠിക്കാൻ വേണ്ടി കുറേ നല്ലോണം എൻകറേജ് ചെയ്തിരുന്നു. പിന്നെ ഇടവകയിൽ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി. സഭാവാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.